പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെ വാക്യങ്ങളാണ്. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്കു കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ആ വ്യക്തിയുമായി വ്യക്തിപരമായി സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അപമാനിക്കാനായിട്ട് പാടില്ല എന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ സമയത്ത് മാത്രമല്ല, സമാധാനം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ 2-3 പേർ ഒരുമിച്ച് ചേരുമ്പോഴും അവിടെ ദൈവം പ്രത്യേകമായി സന്നിഹിതനായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും ക്ഷമിച്ച് പരസ്പര സ്നേഹത്തോടെ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കുവാനുള്ള വലിയൊരു കൃപയ്ക്കായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.